ഹലോ, ഞാൻ രഞ്ജിത്ത്. ഞാൻ ഈ ചക്രകളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ ശിരസിൻ്റെ മുകളിലായിട്ട് നിൽക്കുന്നത് ക്രൗൺ ചക്ര, സഹസ്രാര പത്മചക്രം എന്നറിയപ്പെടുന്ന യോഗിക് പാരമ്പര്യങ്ങളിൽ അതിന് 1000 ഇതളുകളുള്ള താമര പോലെ എന്നാണ് പറയുക. അത് എത്രമാത്രം നമ്മൾ യോഗചര്യകളൊക്കെ ചെയ്ത് വളരെ വിശിഷ്ടമായ സ്വഭാവ ഗുണങ്ങളിലേക്കൊക്കെ നമ്മൾ ഉയർത്തപ്പെടുന്നുണ്ടോ അതിനനുസരിച്ച് ആ ചക്ര വളരെ വിശാലമായിട്ട് പ്രവർത്തിക്കുക. അതിൽ കൂടെ ധാരാളം ഡിവൈൻ എനർജി നമ്മളിലേക്ക് കടന്നു വരികയും ചെയ്യും. ഈ സഹസ്രാര പത്മചക്രം അല്ലെങ്കിൽ ക്രൗൺ ചക്ര, അതിൻ്റെ ഫിസിക്കൽ ഫങ്ഷൻ, ഇറ്റ്സ് കൺട്രോൾസ് ആൻഡ് എനർജൈസ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബ്രെയിൻ. അത് റൈറ്റ് ഹെമിസ്ഫിയർ ആൻഡ് ലെഫ്റ്റ് ഹെമിസ്ഫിയർ ആൻഡ് റിലേറ്റഡ് വിത്ത് ഓൾ ഗ്ലാൻഡ്സ്, പിറ്റ്യൂട്ടറി, പീനിയൽ ഗ്ലാൻഡുകളൊക്കെ സപ്പോർട്ട് ചെയ്യാണ്. അതുപോലെ സെൻട്രൽ പാർട്ട് ഓഫ് ദി ബ്രെയിൻ സ്റ്റെം, മിഡിൽ ബ്ലാങ്കറ്റ, അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങൾക്ക് കൊണ്ട് ശക്തി കൊടുക്കലാണ് ക്രൗൺ ചക്രയുടെ ധർമ്മം. ടോട്ടലി മസ്തിഷ്കത്തെ അത് ശക്തീകരിച്ച് അവിടെ ഉണ്ടാകുന്ന ഉപയോഗശൂന്യമായതോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾക്ക് കാരണമുണ്ടെങ്കിൽ അതിന് റിജക്റ്റ് ചെയ്ത് കളയുക എന്നുള്ളതാണ് അതിൻ്റെ ദൗത്യം. അതിൻ്റെ ഒരു ഇമോഷണൽ ഫങ്ഷനാണ് അതിൻ്റെ ഡിവൈൻ എൻട്രി എന്ന് പറയുന്നത്. അതുപോലെ ഫോർഹെഡ് എനർജി സെൻറ്റർ, അതിന് തൊട്ട് താഴെ സ്ഥിതി ചെയ്യുന്നതാണ് ഫോർഹെഡ് എനർജി സെൻറ്റർ. ഇതിൽ വളരെ അത്ഭുതകരമായിട്ട് നമ്മുടെ എല്ലാ നെർവുകളെയും സപ്പോർട്ട് ചെയ്യാനുള്ള സിസ്റ്റമാണ് അത് ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട എല്ലാ ഊർജ്ജങ്ങളെയും കൃത്യമായിട്ട് വിതരണം ചെയ്യുന്നതിനും എല്ലാ ഭാഗങ്ങളിലും കൃത്യമായി ക്രോഡീകരിപ്പിച്ച് പ്രവർത്തിപ്പിക്കുകയും ഒക്കെ. ആ ഫോർഹെഡ് ചക്ര ഏതെങ്കിലും തരത്തിൽ മാൽഫങ്ഷൻ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പിലെപ്സി പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാക്കുന്ന രോഗികൾക്ക് ആ ഫോർഹെഡ് ചക്ര വീക്കായിട്ട് നിൽക്കുന്നത് കാണാം. കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ധാരാളം ചീത്ത ഊർജ്ജങ്ങൾ വന്ന് നിറഞ്ഞിട്ടുണ്ടാവാം. ആക്ച്വലി ഈ ചക്രകൾക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങുന്ന സമയത്ത് പുറത്തേക്ക് റിജക്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റി നഷ്ടപ്പെടുമ്പോൾ ഉള്ളിൽ അടിഞ്ഞു കൂടിയ ചീത്തകൾ അത് അതിൻ്റെ ഉള്ളിൽ തന്നെ കെടുക്കുകയും അത് പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കുകയും പിന്നീട് ഓർമ്മശക്തി, ബുദ്ധിശക്തിയൊക്കെ കുറയുന്നതിന് കാരണവും. അതുപോലെ തന്നെ ഈ എപ്പിലെപ്സി, പാരാലിസിസ്, സ്ട്രോക്ക്, ബ്രെയിനായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നത് ആയതുകൊണ്ട് തന്നെ പാരാലിസിസ്, സ്ട്രോക്ക് എന്നിവയെ കൺട്രോൾ ചെയ്യുക എന്നുള്ള ദൗത്യം കൂടിയുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കുറച്ചുകൂടി കൂടുതൽ വിശേഷമായി അടുത്ത കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു വരാം. ഓക്കെ, നമസ്തേ.